ഹായ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ കുറേ ദിവസങ്ങളല്ല, 2-3 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സുഖം ഉണ്ടായിരുന്നില്ല. എൻ്റെ കാലിനൊരു മുറിയൊക്കെ ആയി, അത് പഴുത്ത് പിന്നെ കീറി പഴുപ്പൊക്കെ എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ കഫക്കെട്ട്, ജലദോഷം, അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തത് കൊണ്ട് ചുരുക്കം ചില ആളുകൾ എന്താ വീഡിയോ ഇടാത്തത്, എന്ത് പറ്റി, ഇപ്പോൾ ഇടുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അവരത് ചോദിച്ചപ്പോൾ. കാരണം എൻ്റെ വീഡിയോ അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നി. പിന്നെ അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞങ്ങളവിടെ അയ്യപ്പൻവിളക്കാണ്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സൊന്നുമില്ല, പക്ഷെ മോന് പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റു. രാവിലെ അടുക്കളയിൽ കയറി ചായയൊക്കെ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളവിടെ അയ്യപ്പൻവിളക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വൈകുന്നേരം അയ്യപ്പൻവിളക്കിനൊക്കെ പോകണം കേട്ടോ. ഞങ്ങൾ തിരുവല്ലാമല പട്ടിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ വെക്കാൻ നോക്കുകയാണേ. അപ്പോൾ ഇന്ന് ദോശയാണ് കേട്ടോ. ഞങ്ങൾക്ക് ദോശ, പിന്നെ വറുത്തരച്ച ഉള്ളിച്ചമ്മന്തി, പിന്നെ കൊള്ളിയുണ്ട് കേട്ടോ. ഞങ്ങൾ കൊള്ളി ദോശയ്ക്ക് കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ ഏട്ടൻ്റെ അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മ അങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട് കേട്ടോ. ദോശ ഉണ്ടാക്കുമ്പോൾ കൊള്ളി ഉപ്പേരിയൊക്കെ കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞാനതുപോലെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോനതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ട് 6-6:30 തന്നെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവരൊന്നും എണീറ്റിട്ടില്ല. ഞാൻ എന്താ ചായ ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം വീഡിയോ ഇടാത്തതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ വീഡിയോയിലുണ്ടാവും കേട്ടോ. സംസാരത്തിലായാലും വീഡിയോയിലായാലും പിന്നെയൊക്കെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരണം. ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കഫക്കെട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സൗണ്ട് അത്ര ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ വരുന്നത്. നല്ല കഫക്കെട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ചായ പണി കഴിഞ്ഞു. ഞാൻ അതോടെ തന്നെ അരി ഇടാനുള്ള വെള്ളം കൂടെ വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ചായ എനിക്ക് രാവിലെ നിർബന്ധമാണ് കേട്ടോ. 2 ഗ്ലാസ് ചായ ഞാൻ രാവിലെ കുടിക്കും. പിന്നെ ഇന്നതിൽ പ്രത്യേകിച്ച് ഒരു റെസിപ്പിയൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. ഇന്ന് ഞാൻ മോര് കൂട്ടാനാണ് കേട്ടോ വയ്ക്കുന്നത്. കുമ്പളങ്ങ മോരൊഴിച്ച കൂട്ടാനും പിന്നെ പയറ് മെഴുക്ക് പുരട്ടിയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാൻ ഇല്ലാത്തതുകൊണ്ട്, റെസിപ്പിയായിട്ട് കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കണില്ല കേട്ടോ. പിന്നെ ഞാൻ പിന്നെ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഫോണൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കും. പിന്നെ ഗുഡ് മോർണിംഗ് അയക്കാനുള്ളവർക്കൊക്കെ ഗുഡ് മോർണിംഗ് ഇടും. അതൊക്കെ ഞാൻ ഈ ചായ കുടിക്കുന്ന സമയത്താണ് കേട്ടോ ചെയ്യാറ്. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്നു പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്തോ ചെറിയൊരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് കാലാവസ്ഥ അങ്ങനെയാണ്. എനിക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ. അതിൽ കയ്പ്പയ്ക്ക തൈയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മുളകും തൈയാണ് കൂടുതൽ. പിന്നെ ഇഞ്ചി എല്ലാം ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ പിന്നെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അത് പോയി. ഇനി ഉണ്ടാക്കണം. പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയി കയറി വന്നതിന് ശേഷം ഞാൻ അരി കഴുകി അരി ഇടാൻ നോക്കുകയാണ് കേട്ടോ. പിന്നെ അരി ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സബോളയും തക്കാളിയൊക്കെ എടുത്ത് വഴറ്റി ചമ്മന്തിയൊക്കെ അരച്ച് റെഡിയാക്കി. പിന്നെ കുമ്പളങ്ങ മോരൊഴിച്ച് കൂട്ടാനൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ പയറുപ്പേരി മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ കൂടെ കൊള്ളി ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ. പിന്നെ ദോശ ഞങ്ങൾ ചൂടോടെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യുക, ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. എല്ലാവർക്കും ചൂടോടെയാണ് ഇഷ്ടം. അപ്പോൾ ഒരു 6:30 ആകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തുനിന്നാണ് കേട്ടോ അയ്യപ്പൻവിളക്ക് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം.